വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പൊ ഇന്നലെ രേണു സുധിയുടെ പ്രകടനം നമ്മൾ എല്ലാവരും കണ്ടതാണ്. ലാലേട്ടൻ നല്ല രേണു സുധിയെ നന്നായിട്ട് പൊരിച്ചു കൊടുത്തു. എന്തോ ഒരു അഭിനയമാണ്. ഉർവശി ചേച്ചി മഞ്ജു വാര്യരൊക്കെ മാറി നിൽക്കുന്ന അഭിനയമാണ്. അയ്യോ, ഒരു വീഡിയോ വൈറലായ ഒരു വീഡിയോ, അതിന് മുമ്പ് തന്നെ ഞാൻ ആ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. വീഡിയോ വന്നതിന് ശേഷം രേണു സുധിയോട് ചോദിച്ചു, എല്ലാ വീക്കിലും ഇങ്ങനെ എടുത്തിട്ടുണ്ടോ എന്ന് ലാലേട്ടൻ ചോദിച്ചു. കാരണം വോട്ട് ചോദിച്ചുകൊണ്ട്, പ്രേക്ഷകരോട് വോട്ട് ചോദിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ ആണല്ലോ അത്. അപ്പം അയ്യോ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞ ഒരുമാതിരി ചിരിച്ചുകൊണ്ട് പറയുന്നു. അപ്പൊ ചോദിച്ചു, ഇതൊരു നല്ല പ്രവണതയായിട്ട് തോന്നുന്നുണ്ടോന്ന് ചോദിച്ചപ്പോഴത്തേക്ക് പെട്ടെന്ന് മുഖം മാറി. അപ്പൊ ഇല്ല, വേറെ ആരെങ്കിലും അങ്ങനെ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്തെങ്കിലും ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടോ, ഫോണോ മറ്റോ? ഇല്ല. അപ്പൊ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞതിന് ശേഷം പറഞ്ഞു, അയ്യോ ഞാൻ അറിഞ്ഞില്ല, ഒരു കസിൻ എന്നെ നിർബന്ധിച്ച് ചെയ്യിച്ചതാണ്, എന്റെ ഫ്ലൈറ്റ് പോലും മിസ്സാവാനായിട്ട് വിചാരിച്ചു, മിസ്സായി പോയേനെ ഞാൻ ആ വീഡിയോ ചെയ്യുന്നത് കാരണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് രേണു സുധി അവിടെ പറയുന്നത്. എന്തായാലും ലാലേട്ടൻ തോലി ഉരിച്ചു കൊടുത്തു. കാരണം ലാലേട്ടന് കൂടുതലൊന്നും പറയാനും പറ്റില്ല. പറയാതെ ലാലേട്ടൻ പലതും പറഞ്ഞു. ലാലേട്ടന് കൂടുതൽ പറയുന്ന ഇവര് പെട്ടെന്ന് തന്തയ്ക്കങ്ങനെ വിളിച്ച് എന്ത് ചെയ്യും, ലാലേട്ടൻ നിങ്ങൾ എന്റെ തന്തയാണെന്നോളം ചോദിച്ചാൽ തീർന്നില്ല, ലാലേട്ടൻ പിന്നെ പോയി ചത്താൽ മതി. അപ്പൊ കാരണം ഇവർ ആരെയും എന്തും പറയാൻ മടിയില്ലാത്ത, ഇങ്ങനെ ഇത്ര ആള് മതി, ബോഡി ഷേമിംഗ് ഒന്നും അല്ല, ഇത്ര ശരീരത്തിനുള്ള തല നിറച്ച് കുബുദ്ധിയാണ്, കുബുദ്ധി നിറഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഈ പുള്ളിക്കാരി എന്ത് വേണമെങ്കിലും പറയും. അപ്പൊ അത് പുള്ളിക്കാരിക്ക് അങ്ങനെ നോട്ടമൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ലാലേട്ടൻ അത്ര മാത്രം ഒന്നും പറഞ്ഞില്ല. എന്നാലും പറയാതെ പറഞ്ഞു, ഇതൊരു നല്ല പ്രവണതയല്ല, ആരും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, ഇതൊരു ക്യൂരിയോസിറ്റി ഗെയിമാണ്. പിന്നെ അതിനകത്ത് ഗെയിം കളിച്ച് ജയിക്കുക, ഇങ്ങനെ ചെയ്തോന്ന് വെച്ചാൽ ആരും ജയിക്കുകയുമില്ല, ആരും തോക്കുകയുമില്ല. അതുകൊണ്ട് ഗെയിം എന്ന് പറയുന്നത് ഗെയിം ഷോയാണ്, കളിച്ച് ജയിക്കുക. പിന്നെ റിവ്യൂസിന് നല്ലത് പറഞ്ഞിട്ടുണ്ട്. റിവ്യൂസ് ആദ്യം തന്നെ കുറെ ചാനലുകാർ പറയും ഇന്നാൾ ഔട്ടായി കഴിഞ്ഞു, പിന്നെ അത് കാണാൻ നമുക്ക് എന്ത് ഇൻട്രസ്റ്റ് ആണ് അല്ലെ? പ്രേക്ഷകർക്ക് ഒരു ഇൻട്രസ്റ്റും ഇല്ല. നമ്മളെപ്പോഴും ഈ എപ്പിസോഡുകൾ കണ്ട് ആരാണ് ഔട്ടാവുന്നത്, നമ്മൾ വോട്ട് ചെയ്ത് ആരാണ് ഔട്ടാവുന്നത് എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഉടനെ ഇന്നാൾ ഔട്ടായി എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മൾ അതിന് കാണുന്നതിൽ എന്താ അർത്ഥമാണുള്ളത്? അതാണ് സ്ഥിരമായിട്ട് നടന്നിരുന്നത്. അപ്പൊ റിവ്യൂസിനെ പറയാതെ പറഞ്ഞു നടപടി ഉണ്ടാവും, അങ്ങനെ ഇനി ചെയ്ത് കഴിഞ്ഞാൽ ഉറപ്പായിട്ട് നടപടി ഉണ്ടാവും എന്നാണ് ലാലേട്ടൻ അർത്ഥമാക്കിയത്. എന്ത് തന്നെയാലും രേണു സുധിയെ തോലി ഉരിച്ചുകൊണ്ട് രേണു സുധി അതിനുശേഷം ക്യാമറയുടെ മുന്നിൽ ഒരു പെർഫോമൻസ് ഉണ്ട്. എന്റെ പൊന്നോ, എന്തോ പൊന്നോ. പിന്നെ അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. രേണു സുധിയാനെ പറഞ്ഞ എനിക്ക് 34-35 വയസ്സുണ്ട്. നീ കൊച്ചു കുഞ്ഞൊന്നുമില്ലല്ലോ, ആളിന് വണ്ണും നീളവും ഇല്ലെന്നല്ലേ ഉള്ളൂ. 30-35 വയസ്സായ വ്യക്തിക്ക് ബിഗ് ബോസ് ഷോയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ബിഗ് ബോസ് ഷോ എന്താണെന്ന് അറിയത്തില്ലേ? ഒരു പിന്നെ പണ്ട് കൊല്ലം സുധി ഉണ്ടായിരുന്നപ്പോഴേ പറയുമായിരുന്നു, എനിക്ക് രുചിയുടെ ഭയങ്കര ആഗ്രഹമായിരുന്നു പിന്നെ ബിഗ് ബോസിലേക്ക് പോകാൻ. പക്ഷെ പിന്നെ അപ്പൊ അങ്ങനെ ഒരാള് ബിഗ് ബോസ് ഷോ എന്താണെന്ന് അറിയത്തില്ല. അയ്യോ എന്റെ ഒരു ബന്ധുവാണ് ചെയ്തത്, ഞാൻ വേണോന്ന് ചോദിച്ചു, അത് ഞാൻ പ്രേക്ഷകരും ഇനി ഏത്തമിടുവാണെന്നും പറഞ്ഞിട്ട് 10 ഏത്തമിടുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഉർവശി ചേച്ചിയൊക്കെ മാറിപ്പോ ഈ ഉർവശി ചേച്ചി മതി. ഇനി ഇതാ ഇവിടെ ഉർവശി പട്ടം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ രേണു സുധി പുതിയ ലോകോത്തര ആക്ട്രസ് വന്നേക്കുന്നു കേട്ടോ. അപ്പം നെക്സ്റ്റ് ഇവിടെ ആയിട്ട് വരാം. ഈ ഒരു എപ്പിസോഡ് കഴിയുമ്പോൾ വീട്ടുകാരുടെ ഭാവമൊക്കെ എന്തുവാണെന്നൊക്കെ നമുക്ക് അറിയണ്ടേ. അപ്പൊ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം ലൈവിന്റെ അപ്ഡേഷൻ ആയിട്ട് വരുന്നതായിരിക്കും. ബൈ, ടേക്ക് കെയർ.